അപ്പം നിന്റെ തകർച്ചയ്ക്ക് കാരണം നിനക്കെതിരെ കൂടോത്രം വെച്ചിരിക്കുന്നു. അപ്പം നിന്റെ രക്ഷ ഇതിൽ നിന്നും മോചനം കിട്ടുക, ഈ കൂടോത്രം നശിപ്പിക്കുക. അപ്പം നീ രക്ഷ പ്രാപിച്ചു. അതുകൊണ്ട് നിന്റെ തകർച്ചയ്ക്ക് കാരണം ആഭിചാര കർമ്മം, നിന്റെ രക്ഷ ആഭിചാര കർമ്മത്തിൽ നിന്നുള്ള മോചനം. ഇവിടെ ക്രിസ്തു വേണ്ട, സഭ വേണ്ട, കൂദാശ വേണ്ട, ആത്മീയ ശുശ്രൂഷകളൊന്നും വേണ്ട. സത്യമായും ഇത് സഭയിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന്, കൂദാശയിൽ നിന്ന് വിശ്വാസികളെ അകറ്റാനുള്ള പൈശാചിക തന്ത്രത്തിന്റെ ഭാഗമാണ്. ദൈവത്തിന് സ്വന്തമാക്കിയ ഒരു ജനം മറ്റ് ജനതകൾ ആചരിക്കുന്ന, വിശ്വസിക്കുന്ന അന്ധവിശ്വാസത്തിലോ അനാചാരത്തിലോ പെട്ടുപോകുന്നതിന്റെ സങ്കടം. എങ്കിലും അച്ഛാ, നമ്മൾ പാപികളായിരിക്കെ ഇത് നമ്മളെ ബാധിക്കുകയല്ലേ? മനുഷ്യൻ്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന എത്രയോ ഭീകരമാണിത്. അതായത് ഇന്ന ബന്ധുവാണ് നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തത്, അല്ല ഇന്ന അടുത്ത ആളാണ് നിങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി സ്നേഹബന്ധങ്ങളെ തകർത്ത് കളയാൻ ഇടവന്നു. എന്നിട്ട് ഈ സത്യങ്ങളൊന്നും ബോധ്യപ്പെടാതെ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ള സങ്കടം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. മന്ത്രവാദികളും ആഭിചാരക്കാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരും പറയുന്നത് അനുസരിച്ച് സ്വന്തം മകനെ ബലിയർപ്പിച്ചു. നമ്മളൊക്കെ ആധുനിക ലോകത്ത് ജീവിക്കുന്നവരല്ലേ? നമുക്ക് സുബോധമില്ലേ? നമുക്ക് ബുദ്ധിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം നാം ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ കൺവെൻഷന് മന്ത്രവാദം, കൂടോത്രം, ആഭിചാര കർമ്മങ്ങൾ, ഇത് യേശുവിൽ നിന്ന്, സഭയിൽ നിന്ന്, രക്ഷാകരമായ കൂദാശകളിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യനെ അകറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ വചന ശുശ്രൂഷയിൽ ധ്യാനിച്ചത്. ആ വചന ശുശ്രൂഷ മദർ ഹോമിൻ്റെ മീഡിയയിലൂടെ പ്രക്ഷേപണം ചെയ്യുകയും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഏകദേശം 30-ലധികം രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 1.25 ലക്ഷത്തോളം പേര് ഈ സന്ദേശം സ്വീകരിക്കാനായിട്ട് ഇടവന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങളും ചില നിർദ്ദേശങ്ങളൊക്കെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി പേര് സംശയങ്ങൾ ചോദിക്കാനിട വന്നു. അല്ല, ആ സംശയങ്ങൾ അതിനൊരു മറുപടി എന്നോണമാണ് ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. സംശയങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ ശരിയായ ഒരു ഉത്തരം എല്ലാവർക്കും ബോധ്യമാകത്തക്ക വിധത്തിൽ വിശദീകരണം നൽകുമ്പോൾ അല്പസമയം ഈ ശുശ്രൂഷ ദീർഘിക്കും. അതുകൊണ്ട് ആദ്യാവസാനം ക്ഷമയോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഇത് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും നിങ്ങളെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു സന്ദേശം നൽകാനായിട്ട് കാരണമായ അടിസ്ഥാന സത്യം, കുറേ നാളുകളായി നിരവധിയായ വ്യക്തികൾ സങ്കടത്തോടെ ഈ മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേരുകയാണ്. അവർ വന്നിട്ട് പറയുകയാണ്, അച്ഛാ, വീട്ടിൽ ഇന്ന പ്രതിസന്ധികളുണ്ടായി, ഇന്ന സഹനങ്ങളുണ്ടായി, ഇന്ന തകർച്ചകളുണ്ടായി. പലയിടത്തും അതിൻ്റെ കാരണം തേടി പോവുകയും പരിഹാരം തേടി പോവുകയും ചെയ്തപ്പോൾ പലരും വന്നിട്ട് ഇത് ആഭിചാര കർമ്മം നിങ്ങൾക്കെതിരെ ചെയ്തതാണ്, അല്ലെ ഇന്ന വ്യക്തിക്കെതിരെ ചെയ്തതാണ്, നിങ്ങളുടെ വീടിനെതിരെ ചെയ്തതാണ്, അല്ലെ നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്കെതിരെ ചെയ്തതാണ്, അല്ലെ വളർത്തു പക്ഷികൾക്കെതിരെ ചെയ്തതാണ്, അല്ലെ നിങ്ങളുടെ വിളഭൂമിക്കെതിരെ ചെയ്തതാണ്, അല്ലെ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്കെതിരെ ചെയ്തതാണ്. ഇങ്ങനെ പറയുകയും അത് ആഭിചാര കർമ്മങ്ങൾ എടുത്തു കളയുക അല്ലെങ്കിൽ നശിപ്പിക്കുക, അങ്ങനെ ചെയ്യാനായിട്ട് പലരും എത്തിച്ചേർന്നു. പക്ഷെ അതുകൊണ്ടൊന്നും പലപ്പോഴും ഫലം ഉണ്ടായില്ല. താൽക്കാലികമായി എന്തോ ഒരു മാനസികമായ ഒരു സൗഖ്യം കിട്ടിയെന്നൊരു തോന്നലല്ലാതെ ആത്യന്തികമായി അതിൽ നിന്നും ഒരു മോചനം കിട്ടിയിട്ടില്ല. ഇത് മാത്രമല്ല, നിരവധി പേര് ചൂഷണം ചെയ്യും, നിരവധി പേര് ലൈംഗികപരമായി ചൂഷണം ചെയ്യപ്പെട്ടു. ഇന്നതാണ് കൂടോത്രം, അതുകൊണ്ട് ആ കൂടോത്രം എടുത്തു മാറ്റണമെങ്കിൽ, അല്ലെ നശിപ്പിക്കണമെങ്കിൽ നിങ്ങളോടൊത്ത് ഒന്ന് ശയിക്കണം, അല്ലേ ഇന്ന കാര്യം, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെ ശാരീരിക ലൈംഗികമായ ഒരു പ്രവൃത്തി നമ്മൾ ഏർപ്പെടണം, എങ്കിൽ മാത്രമേ ഇതിൽ നിന്നും ഒരു വിമുക്തി കിട്ടൂ, അല്ലെങ്കിൽ കൂടോത്രത്തെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ലൈംഗികപരമായി പലരെയും ദുരുപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ സങ്കടം, വിഷമം, കുറ്റബോധം, അസ്വസ്ഥത മനസ്സിൽ പേറി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തി. ചിലർ സാമ്പത്തികമായിട്ട് ദുരുപയോഗം നടത്തി. ഇത്ര പണം,
ഈ രീതി ഇത്ര പണം തന്നാൽ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ധാരാളം പണം പലയിടത്തുനിന്നും അങ്ങനെ കൊണ്ടുപോകാനിട വന്നു. അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അയൽവക്കംകാരുമായിട്ട് ശത്രുത വരുത്താനിട വന്നു. അതായത് ഇന്ന ബന്ധുവാണ് നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തത്, അല്ലെ ഇന്ന അടുത്ത ആളാണ് നിങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി സ്നേഹബന്ധങ്ങളെ തകർത്ത് കളയാൻ ഇട വന്നു. പിണക്കം, വൈരാഗ്യം, അസ്വസ്ഥത, അകൽച്ച, ഒരിക്കലും മനസ്സിൽ നിന്നും മാറാത്ത കുറ്റബോധം, ഇങ്ങനെ നിരവധിയായ പ്രതിസന്ധികളാൽ നിരവധി ജനത്തെ കത്തോലിക്ക സഭയിൽ നിന്ന്, വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നത് കണ്ടപ്പോൾ സഹികെട്ടിട്ട് സഹിക്കവയ്യാഞ്ഞിട്ട് ആണ് ഇങ്ങനെ സന്ദേശം പറയാനിട വന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വളരെ വൈകാരികമായി ഇങ്ങനെ ഒരു സന്ദേശം നൽകാനായിട്ട് ഇട വന്നത്. അതിൽ പലർക്കും സങ്കടം തോന്നിയ ഒരു കാര്യം, ഈ പൗരോഹിത്യം ഉപേക്ഷിക്കും, ലോഹ ഊരും എന്നൊക്കെയുള്ള വാക്കുകൾ അച്ഛൻ പറയാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ ചിലർ എന്നോട് ചോദിക്കാനിട വന്നു. സത്യത്തിൽ അതൊരു തെറ്റ് തന്നെയാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ അത് പൗരോഹിത്യത്തോട് ഉള്ള ഒരു സ്നേഹക്കുറവോ വിശ്വാസക്കുറവോ അല്ലെ ബഹുമാനക്കുറവോ ആദരവിൻ്റെ കുറവോ അല്ല. സത്യമായും ഇങ്ങനെ തിന്മ നിറയുന്നതും ഇങ്ങനെയുള്ള തിന്മകൾ കൊണ്ട് അനേകരെ തകർക്കുന്നതും അനേകരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതും കൂദാശയിൽ നിന്ന് അനേകരെ പിശാച് മാറ്റുന്നതും അതുപോലെ തന്നെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കുന്നവരെ കൂടോത്രം ചെയ്ത് അല്ല ആഭിചാരം ചെയ്ത് നശിപ്പിച്ച് കളയാമെന്ന് പല അറിവ് ജ്ഞാനമുണ്ടെന്ന് വിചാരിക്കുന്നവരും ചെയ്യുന്നത് കണ്ടപ്പോഴുള്ള ഒരു സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. സത്യമായി സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഒരുപക്ഷെ പൗരോഹിത്യത്തോടെ ഏറ്റവും അധികം മതിപ്പും ബഹുമാനമുള്ള വൈദികരിൽ ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ ഒരു വചന ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയ്ക്ക് നിരവധി സംശയങ്ങൾ വന്നിട്ടുണ്ട്. ആ സംശയങ്ങളിലെ രണ്ട് സംശയങ്ങൾക്ക് ഈ സന്ദേശത്തിൽ നമ്മൾ മറുപടി പറയുന്നുള്ളൂ. കാരണം കുറേ ചോദ്യങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാതെ വന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം ആ വീഡിയോയിൽ തന്നെ മറുപടി ഉള്ളതുകൊണ്ട് ചില അപ്രസക്തമായ ചോദ്യങ്ങൾ നമ്മൾ വിട്ടുകളയുന്നത് കൊണ്ടും വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറയുക. സത്യത്തിൽ ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഏകദേശം സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രധാനപ്പെട്ട 2 സംശയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ മറുപടി പറയാനായിട്ട് തിരഞ്ഞെടുത്തത്. ഒന്നാമത്തെ ചോദ്യം, അച്ഛൻ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ആഭിചാരം, കൂടോത്രം, മന്ത്രവാദം ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദ്യങ്ങളുണ്ടല്ലോ. അപ്പം ഇതൊക്കെ ഇല്ലേ? അച്ഛൻ ഇതൊന്നും വായിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള മറുപടി, പ്രിയപ്പെട്ടവരെ, ഞാനിത് വായിച്ചിട്ടുണ്ട്, ഞാനിത് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല, റോമിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ ദൈവവചനത്തെക്കുറിച്ചും ദൈവശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചും സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ചും വളരെ ഗൗരവമായി കൃത്യതയോടെ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിശ്വാസ രഹസ്യങ്ങളിൽ ഉപരിപഠനം നേടിയ ഒരു അച്ഛനാണ് ഞാൻ. അതുകൊണ്ട് ഓടി വന്ന് പെട്ടെന്ന് ഒരു വചന ശുശ്രൂഷ ചെയ്തതല്ല, മറിച്ച് പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ ബോധ്യത്തോടും കൂടി എത്രമാത്രം അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും അത്രയും പഠിച്ചിട്ടാണ് ഈ സന്ദേശം നൽകിയത്. മാത്രമല്ല, ഇങ്ങനെ ഒരു സന്ദേശം ഒരുങ്ങിയതിന് ശേഷം കർത്താവിനോട് ആലോചന ചോദിച്ചു, പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കർത്താവിനോടൊരു സന്ദേശം നൽകണം എന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് സന്ദേശം ലഭിക്കുകയും ചെയ്തു. ആ സന്ദേശം എഫേസ്യ ലേഖനം 4:14 നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. അതുപോലെ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള പിശാച് ബാധ, ക്രിസ്തു പിശാചിനെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗം, ഇത് രണ്ടുമാണ് എനിക്ക് സന്ദേശമായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ലോകം അറിയണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം കിട്ടിയത് കൊണ്ടാണ് വളരെ ഗൗരവമായി ഈ സന്ദേശം പറയാനായിട്ട് ഇടവന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന
ഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബൈബിളിലെ ചില പ്രസക്തമായ ഭാഗങ്ങളാണ്. സങ്കീർത്തനത്തിൽ യേശയ്യ, ജെറമ്യ, ദാനിയേൽ, ബാറൂക്ക്, ജ്ഞാനം, ജോഷുവ, സങ്കീർത്തനങ്ങൾ, മത്തായി, വെളിപാട്, ഗലാത്യ, എഫേസോസ്, നിയമാവർത്തനം, ജെറമ്യ, ഏതാനും സുവിശേഷ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടല്ലോ എന്നാണ് അതിൻ്റെ ചോദ്യമെങ്കിൽ അതിന് നിങ്ങൾ ഉത്തരം ശ്രദ്ധിക്കണം. ഈ ഒരു സന്ദേശം എടുക്കുക. ലേവ്യർ 20-ാം അധ്യായം 6-ാം തിരുവചനം. ലേവ്യർ 20:6 പറയുകയാണ്, ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി, വാക്കുകൾ ശ്രദ്ധിക്കണം, പുറകെ പോയി, ഇത് വിശ്വസിച്ച് ഇത് ആചരിക്കുന്നതിനാണ് പുറകെ പോവുക എന്ന് പറയുക. പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്നും വിച്ഛേദിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, കൂടോത്രത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും പിറകെ പോയാൽ സംഭവിക്കുന്നത് എന്താ? അന്യദേവന്മാരെ ആരാധിക്കുകയാണ്. കൂടോത്രം, മന്ത്രവാദം, ആഭിചാര കർമ്മത്തിൽ ഏർപ്പെടുന്ന വ്യക്തി എന്താ ചെയ്യുന്നത്? അന്യദേവന്മാരെ അല്ലെ അന്യശക്തികളെ വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ളവരെ ഞാൻ വിച്ഛേദിച്ചു കളയും എന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ലേവ്യർ പുസ്തകം 20-ാം അധ്യായം 27-ാം തിരുവചനം. ആ വചനം ഇങ്ങനെയാണ്: മന്ത്രവാദികളോ കൂടോത്രക്കാരോ ആയ സ്ത്രീ പുരുഷന്മാർ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേൽ പതിക്കട്ടെ. അപ്പം ബൈബിളിലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആചരിക്കുന്നത്, ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ആര് കൂടോത്രത്തിൽ, മന്ത്രവാദത്തിൽ, ആഭിചാരത്തിൽ വിശ്വസിക്കുന്നവരെങ്കിൽ ഇതെന്തേ ചെയ്യാത്തത്? അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. എന്തേ കല്ലെറിഞ്ഞു കൊല്ലാത്ത? മന്ത്രവാദം ചെയ്യുന്നവരും കൂടോത്രം ചെയ്യുന്നവരും, കൂടോത്രം എന്നത് ഗൂഢസൂത്രമല്ല, ഗൂഢതന്ത്രം എന്നുള്ള നാമത്തിൽ ലോപിച്ചു വന്നതാ, ഉപയോഗം എളുപ്പത്തിന്. അതുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിൽ മുഴുവൻ കൂടോത്രം പറയാൻ എളുപ്പത്തിന് അതാ ആ വാക്ക് ഉപയോഗിക്കാം. കൂടോത്രം ചെയ്യുന്നവരെയും കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ ഈ ബൈബിളിൽ വിശ്വസിക്കുക, അതുപോലെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരെ ഇന്ത്യയെ കല്ലെറിഞ്ഞു കൊല്ലാത്തത്. അപ്പം പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഒരിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈ പാഠഭാഗങ്ങളിൽ മുഴുവനും ബൈബിളിൽ ആദ്യ അവസാനം പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ആഭിചാരങ്ങളെക്കുറിച്ചോ മന്ത്രവാദങ്ങളെക്കുറിച്ചോ കൂടോത്രങ്ങളെക്കുറിച്ചോ ഒക്കെ ഉള്ള ഭാഗങ്ങൾ വരുന്നിടത്ത് നിങ്ങൾ പഠിച്ച് അവിടെ എവിടെയെങ്കിലും ഈ ആഭിചാര കർമ്മത്തിന് അല്ലെ കൂടോത്രത്തിന് ശക്തിയുണ്ട് എന്ന് വചനം പറയുന്നുണ്ടോ? ഒരിടത്തും പറയുന്നില്ലേ. ഇനി എങ്ങനെയാണിത് ചെയ്യുന്നത്? ഏത് വിധത്തിലാണ് ഈ ആഭിചാരം കർമ്മം ചെയ്യുന്നത്? ഏത് വിധത്തിലാണ് ഇത് എടുത്തു കളയേണ്ടത്? അല്ലേ, അത് നശിപ്പിക്കേണ്ട വിധം എന്താണെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും ഒരു വചനത്തിലുണ്ടോ? ഇല്ല. ആഭിചാര കർമ്മത്തെക്കുറിച്ചോ ആഭിചാര പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല, ഒട്ടുമേ പറയുന്നില്ല. ആകെ പറയുന്നത് ആഭിചാരം ചെയ്യുന്ന വ്യക്തികളെ പുറത്താക്കണം, അല്ലെ നശിപ്പിക്കണം, അല്ലെ ആഭിചാരത്തിന് പുറകെ പോകരുത്. അപ്പോൾ ആഭിചാരം ചെയ്യുന്ന വിധമോ ആഭിചാരം ചെയ്ത വസ്തുക്കളെക്കുറിച്ച് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. അതിനർത്ഥം ഇതിന് ശക്തിയുണ്ട് എന്നുള്ളതല്ല, മറിച്ച് ഇത് മ്ലേച്ഛപ്രവൃത്തിയാണ് എന്ന് പലയിടത്തും വചനം പറയുകയാണ്. ഇതിന് ശക്തിയുണ്ടെന്നും ഇത് മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കുമെന്നും ഇത് പരിഹരിക്കേണ്ട വിധം എങ്ങനെയാണെന്നും ബൈബിളിൽ ഒരിടത്തുമേ പറയുന്നില്ല എന്നത് നിങ്ങൾ ആദ്യാവസാനം ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബൈബിളിലെ വചനങ്ങളെല്ലാം ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, നോട്ടം, അതുപോലെ തന്നെ കൈവക്ഷം, അതുവഴിയായിട്ട് എന്താ സംഭവിക്കുക? ശരിക്കും ഇത് ഈ ആഭിചാര കർമ്മങ്ങളെല്ലാം ഇതെങ്ങനെയാ ഗൗരവമായി തെറ്റായിട്ട് മാറുന്നത്? അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, സഭയുടെ പ്രബോധനത്തിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2113 ഖണ്ഡികയിൽ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്: ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നു. അത് വ്യക്തിയാവാം, വസ്തുവാവാം, പ്രവർത്തനമാവാം, തന്ത്രമാകാം, ബിസിനസ്സാവാം, പലതുമാകാം. ദൈവമല്ലാത്തതിനെ ദൈവമാക്കിയിട്ട് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും വിശ്വാസികളെ
അകറ്റുന്നു. അതാണ് വളരെ വ്യക്തമായിട്ട് പറയാം. കുറച്ചുകൂടി വിവരിച്ച് പറഞ്ഞാൽ, ആഭിചാരം അല്ലെ മന്ത്രവാദം ആണ് എൻ്റെ സഹനത്തിന് കാരണം, എൻ്റെ തകർച്ചയ്ക്ക് കാരണം, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് കാരണം, അല്ല എൻ്റെ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് കാരണം, അല്ല എൻ്റെ കുട്ടിയുടെ പഠനത്തിൻ്റെ പരാജയത്തിന് കാരണം ആരെങ്കിലും മന്ത്രവാദം ചെയ്തതാണ്, ആരെങ്കിലും കൂടോത്രം ചെയ്തതാണ് എന്ന് പറയുമ്പോൾ, വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നു ഒന്ന്, എൻ്റെ തകർച്ചയ്ക്ക് കാരണം ഈ ആഭിചാര കർമ്മമാണ്, ഈ കൂടോത്രമാണ് എൻ്റെ തകർച്ചയ്ക്ക് കാരണം, അല്ലെ ഈ സഹനത്തിന് കാരണം. അങ്ങനെയെങ്കിൽ എൻ്റെ രക്ഷ ഈ കൂടോത്രം എടുത്തു കളയുന്നതിലാണ്, എന്നെ നശിപ്പിക്കുന്നതിലാണ്. അപ്പൊ എന്തു പറ്റും? ഇതിനോട് വലിയൊരു ഭയം ജനിക്കും, അല്ലെങ്കിൽ ജനിപ്പിക്കും, ഭീകരമായൊരു ഭയം ജനിപ്പിക്കും. അങ്ങനെ ഭയത്തിൽ കഴിയുന്ന, അടിമത്തത്തിൽ കഴിയുന്ന കുറേ വ്യക്തികളുണ്ട്. ഇതിൽ ഭയം ജനിപ്പിക്കുകയാണ്. ഭയം ജനിപ്പിച്ചിട്ട് നിന്റെ തകർച്ച കൂടോത്രം, നിന്റെ തകർച്ച ഈ ആഭിചാര കർമ്മം. അതുകൊണ്ട് നിന്റെ രക്ഷ എന്താ? ഇതെടുത്തു കളയാ, ഇത് നശിപ്പിക്കുക. അപ്പോൾ നിനക്ക് രക്ഷ കിട്ടി. അതുകൊണ്ട് നിന്റെ ഒരു തകർച്ചയ്ക്ക് കാരണം തേടി ആരെങ്കിലും ഇത് നശിപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു. ആ വ്യക്തി ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ട് ഇത് ഒഴിപ്പിക്കുന്നു. അപ്പം നിന്റെ തകർച്ചയ്ക്ക് കാരണം നിനക്കെതിരെ കൂടോത്രം വെച്ചിരിക്കുന്നു, അല്ല ആഭിചാരം ചെയ്തിരിക്കുന്നു. അപ്പം നിന്റെ രക്ഷ ഇതിൽ നിന്നും മോചനം കിട്ടുക, ഈ കൂടോത്രം നശിപ്പിക്കുക, അല്ലെങ്കിൽ ആഭിചാര കർമ്മം ഇല്ലാതാക്കുക, നശിപ്പിച്ചു കളയുക. അപ്പം നീ രക്ഷ പ്രാപിച്ചു. അതുകൊണ്ട് നിന്റെ തകർച്ചയ്ക്ക് കാരണം ആഭിചാര കർമ്മം, നിന്റെ രക്ഷ ആഭിചാര കർമ്മത്തിൽ നിന്നുള്ള മോചനം. ഇവിടെ ക്രിസ്തു വേണ്ട, സഭ വേണ്ട, കൂദാശ വേണ്ട, ആത്മീയ ശുശ്രൂഷകളൊന്നും വേണ്ട. സത്യമായും ഇത് സഭയിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന്, കൂദാശയിൽ നിന്ന് വിശ്വാസികളെ അകറ്റാനുള്ള പൈശാചിക തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇത് ചെയ്യുന്നവരും ഇത് വിശ്വസിക്കുന്നവരും ഇതിന്റെ പുറകെ പോകുന്നവരും സത്യമായും വചനം പറയാണ്, കഠിനമായിട്ടാണ് വചനം പറയുക. നിങ്ങൾ കേട്ടോ, ലേവ്യർ 20:27, മന്ത്രവാദികളോ കൂടോത്രക്കാരോ ആയ സ്ത്രീ പുരുഷന്മാർ മരണശിക്ഷ അനുഭവിക്കണം, അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. എത്ര കഠിനം! ഒരിടത്തും ഇങ്ങനെ വചനം അവരെ കൊല്ലണം, കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് ഒരിടത്തും വേറെ പറയുന്നതായിട്ട് എനിക്കറിയില്ല. അഭിവന്ധ്യ പാമ്പളാനി പിതാവ് ഇന്ത്യ കത്തോലിക്ക സഭയിലെ ദൈവശാസ്ത്ര കമ്മീഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന അഭിവന്ധ്യ പിതാവാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി, തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ്. പിതാവ് പറയുകയാണ്, ഞാൻ വായിക്കാം, നിങ്ങൾ കേട്ടോ. കത്തോലിക്ക ആത്മീയത സ്വഭാവത്താൽ തന്നെ കൗദാശിക ആത്മീയതയെ ലക്ഷ്യമാക്കി ഉള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും മനുഷ്യകുലത്തിന് കരഗതമായ രക്ഷയെ ദേശകാലങ്ങൾക്ക് അതീതമായി സംലഭ്യമാക്കുന്നതിന് കർത്താവ് തന്നെ സ്ഥാപിച്ചതാണ് 7 കൂദാശകൾ. മറ്റെല്ലാ പ്രാർത്ഥനകളും ശുശ്രൂഷകളും കൂദാശ അനുകരണങ്ങളും ആത്യന്തികമായി വിശ്വാസിയെ സഭയുടെ കൂദാശകളിലേക്ക് നയിക്കേണ്ടതാണ്. നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞ കൗദാശിക ആത്മീയതയാണ്. ക്രിസ്തു ഒരു വ്യക്തിക്ക് രക്ഷ നൽകുന്നത്, അത് നിലവിൽ അത് കരഗതമാകുന്നത്, രക്ഷ നമുക്ക് കരഗതമാകുന്നത് കൂദാശകളിലൂടെയാണ്. ഇതാണ് കത്തോലിക്ക സഭയുടെ വചനത്തിന്റെ, ബൈബിളിന്റെ പഠനവും പ്രമേയവും. ഇത് പലർക്കും അറിയില്ല. പിതാവ് വീണ്ടും പറയുകയാണ്, വിശുദ്ധ കുർബാനയേക്കാൾ പ്രാധാന്യമുള്ള ഭക്തകൃത്യങ്ങളോ വിശുദ്ധ കുംഭസാരത്തെക്കാൾ പ്രസക്തമായി വിടുതൽ ശുശ്രൂഷകളോ ബന്ധന പ്രാർത്ഥനകളോ സഭയുടെ ആത്മീയതയിൽ ഇല്ല. നോക്ക്, എത്ര കൃത്യമായിട്ടാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. ഇതെന്തേ വിശ്വസിക്കാത്തത്? ഇതെന്തേ വിശ്വസിക്കാൻ പറ്റാത്തത്? ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തിന്മ അത്ര നമ്മളെ അകറ്റിയെന്നല്ല എൻ്റെ അർത്ഥം. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 26-ാം തിരുവചനം, നിങ്ങൾ രക്തത്തോടുകൂടിയ മാംസം ഭക്ഷിക്കരുത്. എന്നിട്ട് പറയുകയാണ്, ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ ചെയ്യരുത്.
ബൈബിളിൽ ഉള്ളതൊക്കെ ഇത് പാടില്ല, ഇത് പാടില്ല, ഇത് ചെയ്യരുത് എന്നാണ്. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 23-ാം തിരുവചനം നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വചനമല്ല. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ബലിക്കുകയില്ല. എന്തുകൊണ്ട്? ആരാണ് യാക്കോബ്? ആരാണ് ഇസ്രായേൽ? ദൈവം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത തൻ്റെ സ്വന്തം ജനത്തെ ദൈവം ചങ്കോട് ചേർത്ത് വെച്ച് ഇഷ്ടത്തോടെ ഇട്ട് ഓമനപ്പേരാണ് യാക്കോബ് അല്ല ഇസ്രായേൽ. ഉൽപ്പത്തി പുസ്തകം 32:28. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. യാക്കോബ് അല്ല ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഓമനപ്പേരാണ്. യാക്കോബിനോട് തന്നെ പറയുന്നുണ്ട്, ഇനിമേൽ നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അപ്പം യാക്കോബിൽ നിന്നാണ് ക്രിസ്തു വരുന്ന ആ പാരമ്പര്യം പോലെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ലേവ്യർ 20:26, എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റ് ജനതകളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അപ്പം മറ്റ് ജനതകളിൽ നിന്ന് വേർതിരിച്ച് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാക്കിയ ഒരു ജനം മറ്റ് ജനതകൾ ആചരിക്കുന്ന, വിശ്വസിക്കുന്ന അന്ധവിശ്വാസത്തിലോ അനാചാരത്തിലോ പെട്ടുപോകുന്നതിൻ്റെ സങ്കടം വളരെ കഠിനമായി, വളരെ ദുഃഖത്തോടെ കർത്താവ് പറയുന്ന, ദൈവം പറയുന്ന ചില വചനങ്ങളാണ് ഇത്. നമ്മളത് ബോധ്യപ്പെടണം. 2 രാജാക്കന്മാർ 21:6 അതിങ്ങനെയാണ്, യൂദയാ രാജാവായ മനാസെ തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി പ്രവചനം, ശകുനം, ആഭിചാരം, മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്ത് വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു. വളരെയധികം തിന്മ. ഏതൊക്കെ? ആഭിചാരം, ശകുനം, മന്ത്രവാദം എന്നിവ അവൻ ചെയ്തെന്നല്ല, മറിച്ച് അവൻ അതിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, മന്ത്രവാദികളും ആഭിചാരക്കാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരും പറയുന്നത് അനുസരിച്ച് സ്വന്തം മകനെ ബലിയർപ്പിച്ചു. എത്ര കഠിനമായ തിന്മയാണിത്! ദിനവൃത്താന്തം 2-ാം പുസ്തകം 33-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനം, സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിനോം താഴ്വരയിൽ ഹോമിച്ചു. ഒരു പുത്രനെയല്ല. ഈ മന്ത്രവാദികൾ, ആഭിചാരക്കാരും പറഞ്ഞത് വിശ്വസിച്ച് വിജയവും രക്ഷയും വേണം എന്നുണ്ടെങ്കിൽ, രാജാവിന് ദീർഘായുസ്സും രാജ്യഭരണം തുടർന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ, ആഭിചാരക്കാരുടെ വാക്കനുസരിച്ച് സ്വന്തം പുത്രന്മാരെ ബെൻഹിനോം താഴ്വരയിൽ ബലിയർപ്പിച്ചു, കൊന്നുകളഞ്ഞു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെ ഉപദേശം സ്വീകരിച്ചു. ഇതിൽ കൂടോത്രമുണ്ട്, ഇതിൽ മന്ത്രവാദമുണ്ട്, ഇത് എടുത്തു കളയാതെ രക്ഷയില്ല എന്ന് പറയുന്ന നീ വിശ്വസിക്കുവാണെങ്കിൽ, കർത്താവ് പറയാണ്, അങ്ങനെ അവർ കർത്താവിന് മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ പ്രകോപിപ്പിച്ചു. നീ ഇത് വിശ്വസിക്കുകയാണെങ്കിൽ, നീ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കർത്താവിനത് പ്രകോപിപ്പിക്കുന്നു എന്നാണ് വചനം പറയുക. അപ്പം ചോദ്യം എന്തായിരുന്നു? ബൈബിളിൽ ഇതൊക്കെ ഇല്ലേ? ഇതൊക്കെ ചെയ്യാൻ പറയുന്നില്ലേ? അച്ഛൻ ഇതൊന്നും വായിച്ചിട്ടില്ലേ എന്നതായിരുന്നു ചോദ്യം. ബൈബിൾ എന്താ പറയുന്നത്? ഇത് പാടില്ല, ഇത് വിശ്വസിക്കരുത്, ഇത് ആചരിക്കരുത് എന്നല്ലേ വചനം പറയുന്നത്. ഇത്ര ഗൗരവമായ തിന്മയാ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനം, ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ മുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ രക്ഷ നൽകുന്ന രക്ഷാകര പദ്ധതി നിന്റെ മുമ്പിൽ പറഞ്ഞു തന്നിട്ട് രക്ഷയ്ക്ക് വേണ്ടി നീ അങ്ങനെ ഈ ആഭിചാരത്തിന് പുറകെ പോയത് എന്ന് വളരെ കാഠിന്യത്തോടെ വചനം ചോദിക്കുന്നുണ്ട്. വചനം ചോദിക്കുകയാണ്, ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങൾ ആരാണ് ആഭിചാരം ചെയ്തത്? ഇവിടെ പൗലോസ്ലീഹ തുടർന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം, ആഭിചാരം ചെയ്യുക എന്നതുകൊണ്ട് തെറ്റായ പ്രബോധനം നൽകി
സഭയിൽ നിന്നും ക്രിസ്തുവിശ്വാസത്തിൽ നിന്നും ഒരു വ്യക്തിയെ അകറ്റുന്നതിനാണ് ഇവിടെ പൗലോസ്ലീഹ കഠിനമായി നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് എന്ന് പറയുക. അതിൻ്റെ ആ വചനത്തിന്റെ തുടർച്ചയിൽ നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെ നീ വഞ്ചിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരവധി ഭാഗങ്ങൾ ബൈബിളിൽ കാണാം. അതിൻ്റെ എല്ലാ അർത്ഥം ഇതാണ്: കൂടോത്രം, ആഭിചാരം, മന്ത്രവാദം, ഇതര കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണം. അത് വിശ്വാസ ജീവിതത്തിൽ നിന്നും, സഭയിൽ നിന്നും, ക്രിസ്തുവിൽ നിന്നും, ക്രിസ്തു രക്ഷ നൽകിയ ആ രക്ഷ ഇന്ന് ജനത്തിന് സംലഭ്യമാക്കുന്ന കൗദാശിക ജീവിതത്തിൽ നിന്നും അവരെ അകറ്റുകയാണ്. ഇതിനൊരു ശക്തിയില്ല. ഭയപ്പെടുത്തി അതിൽ ശക്തി ആരോപിച്ച് അത് നിന്നെ നശിപ്പിക്കാനായിട്ട് ഉദ്യമിക്കുന്നതാണ് എന്നതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ബൈബിളിൽ ഒരിടത്തും ആഭിചാരകൃത്യമുണ്ട്, അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്, അത് ചെയ്യുന്ന വ്യക്തികൾ ഈ രീതിയിലുള്ളവരാണ്. നിന്നെ നശിപ്പിക്കും, നിന്റെ ആത്മാവിനെ നശിപ്പിക്കും. രക്ഷയ്ക്ക് വേണ്ടി ആഭിചാര കൃത്യങ്ങൾ ഏതൊക്കെയാണ്, അതിൽ നിന്ന് ഇങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നുമില്ല. ഇനി വാദത്തിന് കൂടോത്രം ഉണ്ട്, അല്ലെ ഡിബേറ്റിന് വേണ്ടി കൂടോത്രം ഉണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ നമുക്കിത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ കൂടോത്രം വഴിയായി അല്ലെ ആഭിചാരം വഴിയായി ഇത് വിശ്വസിക്കുന്നവർ, അനുഷ്ഠിക്കുന്നവർ ചെയ്യുന്നത് എന്താ? ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തും നശിപ്പിക്കുക, അല്ലേ? അവരെ തകർത്ത് കളയല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം ആർട്ടിക്കിൾ എന്നതാ? ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തും അപായപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തി കുറ്റകരമായ തിന്മ ചെയ്യുന്നു. അവനെതിരെ ജയിൽ ശിക്ഷ അടക്കം ഗൗരവമായ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദയവായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കൂടോത്രവും മന്ത്രവാദ ആഭിചാര കൃത്യങ്ങൾ എടുത്തു കളയുന്നവർ, ഒഴിപ്പിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെയുള്ളവർക്കെതിരെ കേസ് കൊടുക്കുക. നിങ്ങൾക്കറിയാവല്ലോ, ഇത് കേൾക്കുന്നവർ, ഇങ്ങനെ ചെയ്യുന്നവർ, എടുത്തു കളയുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കണം. എന്നിട്ട് നിങ്ങൾക്കറിയാവല്ലോ, നിങ്ങൾ പറയാറുണ്ടല്ലോ, ഇന്ന ആളാണ് ചെയ്തത്, അല്ല ഇന്ന വ്യക്തിയാണ് ചെയ്തത്, അല്ല ഇങ്ങനെ രൂപമുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാവല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ഈ നാടിനെ, ജനത്തെ നശിപ്പിക്കുന്ന ഈ ആഭിചാര മന്ത്രവാദ കൂടോത്രങ്ങൾ ചെയ്യുന്നവർക്കെതിരെ നീങ്ങുന്നില്ല, നടപടിയെടുക്കുന്നില്ല? അത് ഗൗരവമായ തെറ്റല്ലേ? അപ്പൊ നിങ്ങൾ അതിനോട് കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യുന്നത്? ഇനി വാദത്തിന് മന്ത്രവാദം, കൂടോത്രം, ആഭിചാര കൃത്യം ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ അടുത്ത ഗൗരവമായ പ്രതിസന്ധി വരും. എന്താണ്? ഇത് ഗൗരവമായി ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോ എന്നെ നശിപ്പിക്കാനായി ഏതെങ്കിലും ഒരു മന്ത്രവാദി അല്ലെ ഒരു ആഭിചാരക്കാരൻ ഒരു കൂടോത്രം അല്ലെ ആഭിചാര കൃത്യം ചെയ്തു, എന്നെ നശിപ്പിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തകർന്നു എന്ന് വിചാരിക്കുക. അപ്പം ഇതാരാണ് എടുത്തു കളയുന്നത്? ആരാണ് ഇത് ഒഴിപ്പിക്കുന്നത്? അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തി ആ വ്യക്തി വന്ന്, അച്ഛനെതിരെ കൂടോത്രം ചെയ്തിരിക്കുകയാണ്, ഞങ്ങളിത് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുവോ? നാളെ ഇയാൾ കൊണ്ടുവന്നിട്ടാലോ? അപ്പോഴും നാളെ ഇത് എടുത്തു കളയാൻ പറയണ്ടേ? എടുത്തു കളഞ്ഞു. മറ്റന്നാൾ പിന്നെയും കൊണ്ടുവന്നിടുന്നു, അപ്പോൾ എടുത്തു കളയുന്നു. അടുത്ത ദിവസം പിന്നെയും കൊണ്ടുവന്നു ഇടുന്നു, അത് എടുത്തു കളയുന്നു. അപ്പം ഇതിനെ നമുക്ക് നേരമുള്ളോ? ജീവിക്കാൻ എപ്പോൾ നേരം കിട്ടുക? രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഈ ആഭിചാര കൃത്യം അല്ലെ മന്ത്രവാദം, കൂടോത്രമൊക്കെ നശിപ്പിക്കുന്നവർ, ഒഴിപ്പിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർ ഗൗരവമായി തെറ്റല്ലേ ചെയ്യുന്നത്? കാരണം നിങ്ങൾക്ക് ആത്മാവിനോട് സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സഭയെ രക്ഷിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എടുത്തു കളയാണ് ചെയ്യേണ്ടത്. അല്ലല്ലോ, എടുത്തു കളഞ്ഞിട്ടും കാര്യമില്ലല്ലോ. കാരണം അത് രോഗലക്ഷണത്തെ ചികിത്സിക്കുന്നതല്ലേ. എടുത്തു കളഞ്ഞ നാളെ ഇയാൾ കൊണ്ടുവന്നിടൂലേ? അത് നശിപ്പിച്ചാൽ മറ്റന്നാൾ പിന്നെയും ചെയ്യൂലേ? അതും എടുത്തു കളഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം വീണ്ടും ആഭിചാര കർമ്മം ചെയ്യുകയില്ലേ? അപ്പൊ ഈ ആത്മാവിന് എന്തെങ്കിലും രക്ഷ കിട്ടുമോ? എന്നും തകർച്ചയല്ലേ? അപ്പൊ നിങ്ങൾ ഈ മന്ത് അടുത്ത കാലിലേക്ക് മാറ്റി, നാരായണ ഭ്രാന്തന്റെ മന്ത് ഈ കാലിൽ നിന്ന് മറ്റു കാലിലേക്ക് മാറ്റുന്ന ഈ പ്രക്രിയ ചെയ്യാതെ
നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. ഇതാരാണ് ഈ മന്ത്രവാദം ചെയ്യുന്നത്, അല്ല ആരാണ് ഈ കൂടോത്രം ചെയ്ത് ഈ ആത്മാവിനെ നശിപ്പിക്കാൻ വരുന്നത്? അവനെതിരെ അവനെ ഒഴിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ല മറിച്ച് ഇത് പെറുക്കിക്കളഞ്ഞാൽ, ഇത് നശിപ്പിച്ചാൽ നാളെ ഇത് തന്നെ ചെയ്യൂലേ? അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? എൻ്റെ പറയപ്പെട്ടവർ, എനിക്ക് വളരെ തമാശ തോന്നിയ കുറേ അനുഭവങ്ങൾ, സങ്കടം വരും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ ചിരിക്കാതിരിക്കുന്നത്? അപ്പോൾ മനുഷ്യൻ്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന എത്രയോ ഭീകരമാണിത്. ഞാൻ ഓർക്കുകയാണ്, +1 പഠിക്കുന്ന ഒരു പെൺകൊച്ചിനെയും കൊണ്ടൊരു അമ്മ അവിടെ വന്നിരിക്കുക എൻ്റെ അടുക്കൽ. എന്താ? കൂടോത്രം ചെയ്തിരിക്കുന്നു ഈ കൊച്ചിനെതിരെ. അതുകൊണ്ട് അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മാർക്കില്ല. 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ച കൊച്ചാണ് ഇവള്. ഇപ്പം +1 എത്തിക്കഴിഞ്ഞപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല. ഇവള് ഒത്തിരിയേറെ അസ്വസ്ഥത കാണിക്കുന്നു. അതുപോലെ തന്നെ ട്രൗസി മൂഡിലേക്ക് എത്തുന്നു. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല. ആകെ സങ്കടമായി. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു, പ്രാർത്ഥിച്ചു നോക്കട്ടെ. പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഈ കൊച്ചിന് കൂടോത്രം വെച്ചിരിക്കുന്നതാണ്, കൂടോത്രം ചെയ്തിരിക്കുന്നു. ഇനി കൂടോത്രം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ആദ്യമേ ഞാൻ കേൾക്കുന്നതാണ്. ഒരു പൂച്ചയെ കൊന്നിട്ട് അതിൻ്റെ തല മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിനെ ഉണക്കിയെടുക്കും. ഈ തല ഉണക്കിയെടുക്കും. എന്നിട്ട് അത് പൊടിച്ചിട്ട് പാലിനകത്ത് ചേർത്തിട്ട് ഈ കൊച്ചിന് കൊടുത്തിരിക്കുകയാണ് കൈവശം. അതുകൊണ്ടാണ് ഈ കൊച്ചിന് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത്, പഠിക്കാൻ പറ്റാത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ ഒരു അമ്മ മകളെ അടുത്തിരുത്തി ഇത് പറയുമ്പോൾ ചിരിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ ആധുനിക ലോകത്ത് ജീവിക്കുന്നവരല്ലേ? നമുക്ക് സുബോധമില്ലേ? നമുക്ക് ബുദ്ധിയില്ലേ? നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ പോരുന്ന അത്രയും മഠയന്മാരും മണ്ടന്മാരുമാണോ നമ്മൾ? ആകെ വേവലാതിയായി. ഈ അമ്മയ്ക്ക് ഭയങ്കര വേവലാതിയായി. ഈ മനുഷ്യനോട് ചോദിച്ചു, ഇതാരാണ് ഈ കൂടോത്രം ചെയ്തിരിക്കുന്നത്? ആര്? അയലോക്കത്തെ ചേട്ടൻ. അയലോക്കത്തെ ചേട്ടൻ ആരാ? സ്വന്തം ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ. അയലോക്കത്ത് താമസിക്കുക. ഈ കൊച്ചി ഇടയ്ക്ക് അവിടെ പോകും. അവിടെ ഉള്ളവരെല്ലാം ഒരു വീടല്ലേ, ഒരു രക്തമല്ലേ, ഭയങ്കര കൂട്ടു സ്നേഹമാണ്. അവിടെ നിന്ന് കിട്ടുന്ന കഴിക്കും, ഇവിടുന്ന് കഴിക്കും. അവിടുത്തെ മക്കൾ ഇങ്ങോട്ടും വരും, ഇവിടുത്തെ മക്കൾ അങ്ങോട്ടും പോകും. ഇപ്പം എന്തായി? വ്യക്തശത്രുതയായി. എൻ്റെ മകള് സുന്ദരിക്കുട്ടിയാണ്, നല്ലോണം പഠിക്കുന്നതാണ്, അവർക്ക് അസൂയ മൂത്തു, അതുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടോത്രം കൊടുത്തിരിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്ത് പറയാൻ? ഞാൻ എന്നിട്ട് അമ്മച്ചോട് പറഞ്ഞു, ഞാൻ ഈ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് എന്ത് സൂത്രമാണ്, ഗൂഢതന്ത്രമാണ് ചെയ്തിരിക്കുന്നെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മച്ചെ ഞാൻ പുറത്തിരുത്തി. എന്നിട്ട് ഈ കുഞ്ഞിനെ ഇരുത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്ത് പറയാനാണ്? മറ്റൊരു ചെറുക്കനുമായിട്ട് ഈ പെൺകുട്ടി കഠിന പ്രണയം മാത്രമല്ല, അവനുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിലുമാണ്. ഒന്നല്ല, പല പ്രാവശ്യം. ഇതൊക്കെ പഠിക്കാനും പറ്റുന്നില്ല, ശാരീരിക ക്ഷീണവും അസ്വസ്ഥതയും. അതിനെന്താണ് കാരണം? കൂടോത്രം. എന്തു പറയാനാണ്? കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഒരു കമൻറ്റ്, അച്ഛൻ ഇതൊക്കെ പുച്ഛമാണ്, ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ. പുച്ഛമല്ല, അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം തോന്നിയത് കൊണ്ട് ചിരി വന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, എന്നിട്ട് ആ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചു. ആ കൊച്ചിനോട് നല്ലോണം പ്രാർത്ഥിച്ചു. എന്നിട്ട് നല്ലൊരു കൗൺസിലിംഗ് ആ കുഞ്ഞിന് കൊടുത്തു. ചെയ്ത തെറ്റിൻ്റെ ഗ്രാവിറ്റി എന്താണ്, അതുവഴി എന്താണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ആ ബന്ധം വിടുവിച്ചു. എന്നിട്ട് കുമ്പസാരത്തിന് വിട്ടു. നല്ലോണം കുമ്പസാരിച്ചു, പരിപൂർണമായി നല്ലോണം കുമ്പസാരിച്ച് ആ കുഞ്ഞ് ആ ബന്ധം ഉപേക്ഷിച്ച് വരപ്രസാദ അവസ്ഥയിലേക്ക് ഒന്ന് രക്ഷപ്പെട്ടു. ഇപ്പം നന്നായി പഠിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട, തിരിച്ചറിയണം, ഓരോ സംഭവങ്ങളെ എടുത്ത് കേൾക്കുന്ന പാടെ അങ്ങ് വിശ്വസിച്ചിട്ട് ഇതാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞ് തീരുമാനത്തിലേക്ക് എത്തരുത്. കഴിഞ്ഞ ഒരു ധ്യാനത്തിന് ഇവിടെ ധ്യാനം കൂടിയ സഹോദരി ഈ പരിപൂർണമായിട്ട് ഒരു സൗഖ്യം കിട്ടി. അത് സാക്ഷ്യപ്പെടുത്താനായിട്ട് അൾത്താരയിൽ വന്നിട്ട് ആ സഹോദരി പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാണ്ട് സന്തോഷിപ്പിച്ചു. ആ സഹോദരി പറയാണ്, കുമ്പസാരക്കൂടിനും വിശുദ്ധ അൾത്താരയ്ക്കുമിടയിൽ പരിഹരിക്കാനാവാത്ത ഒരു തകർച്ചയും പ്രതിസന്ധിയും ഒരു വിശ്വാസിക്കും വരികയില്ല. അപ്പം അതുകൊണ്ട്
ഈ പ്രതിസന്ധികൾ, സഹനങ്ങളും പ്രതികൂലങ്ങളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ നേടേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ അവസാനം പറഞ്ഞിട്ടുണ്ട്. ഇതെത്ര ബോധ്യപ്പെട്ടാലും ഇത് ചിലർ ഉപേക്ഷിക്കുകയില്ല. വചനത്തിൽ നിന്നും അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന ഈ തിന്മയെക്കുറിച്ച് എത്ര ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ചിലർക്ക് എന്നാലും കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഇല്ല, അതിനൊന്നും ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും അച്ഛാ, നമ്മൾ പാപികളായിരിക്കെ ഇത് നമ്മളെ ബാധിക്കുകയല്ലേ? നമുക്ക് കൃപയില്ലാതിരിക്കുമ്പോൾ ഇത് നമ്മളെ ബാധിക്കുകയില്ല. എന്നതാ ബാധിക്കേണ്ടത്? ഇതിന് ശക്തിയില്ലെന്നേ, ഇതിന് ശക്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ ഈ കൂടോത്രം എന്നുള്ളത് വിട്ട്, അല്ല ആഭിചാരം വിട്ടിട്ട്, അത് രണ്ടാമത് അതിൻ്റെ മദർ ഓഫ് സിൻ ഇല്ലേ? മദർ ഓഫ് സിൻ എന്നത് ഈ കൂടോത്രം നിർമ്മിക്കുന്ന വ്യക്തി, ഇതുണ്ടാക്കുന്ന വ്യക്തി, ഇതാരാ? നിങ്ങൾക്ക് ആരെങ്കിലും, ഇത് വിശ്വസിക്കുന്നവർക്ക് ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു തരാമോ? ഒറ്റ ഒരാളുടെ പേര്, ഒറ്റ ഒരാളെ കണ്ടെത്തി തരാൻ പറ്റുമോ? ഇന്നയാള് കൂടോത്രം നിർമ്മിക്കുന്ന ആളാണ്, സൃഷ്ടിക്കുന്ന ഒരാളാണ്, ഇന്നയാൾ കൊണ്ടുവിടുന്നൊക്കെ പലരെയും കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് നിർമ്മിക്കുന്ന ഒരൊറ്റ ഒരാളുടെ പേര് പറഞ്ഞു തരാമോ? ആർക്കെങ്കിലും? അങ്ങനെ കണ്ടെത്തിയാൽ ആ വ്യക്തിയല്ലേ സമൂഹത്തിൽ നിന്ന് കളയേണ്ടത്. ഇനി അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളിങ്ങനെ ചിന്തിച്ച്, ഈ വ്യക്തി ഒരു കൂടോത്രം ചെയ്യുമ്പോൾ ആ കൂടോത്രത്തിലുള്ള പൈശാചിക ശക്തിയാണല്ലോ, പിശാചാണല്ലോ ഇതിൻ്റെ ആവഹിക്കേണ്ടത്. എന്നിട്ട് ഇത് കൊണ്ടുപോയി ഒരു വ്യക്തിയിലേക്ക്, അല്ല ഒരു കുടുംബത്തിലോ ഒരു ഭവനത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒക്കെ കുഴിച്ചിടുമ്പോൾ പിശാചാണല്ലോ പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ ദൈവവും പിശാചും അല്ലാതെ ഇവരെ ശക്തിയില്ലല്ലോ. അപ്പം ഈ കൂടോത്ര വസ്തുവിലേക്ക് ഈ മനുഷ്യൻ പിശാചിനെ ആവഹിക്കുന്നത് എങ്ങനെയാണ്? പിശാചേ ഇതിൻ്റെ അകത്ത് കയറ്, ഇത് മന്ത്രം ചൊല്ലിയോ ഏതെങ്കിലും കർമ്മങ്ങളൊക്കെ ചൊല്ലി ഇതിലേക്ക് ആവഹിക്കുമെന്ന് വിചാരിച്ചു. അപ്പം പിശാചി മനുഷ്യനെ അനുസരിക്കുമല്ലേ? അതിന് പിശാചിന് എന്താ ബാധ്യത? ഇയാൾ പറയുന്ന അനുസരിക്കാൻ പിശാചിന് എന്താ ബാധ്യത? അപ്പം പിശാചിനേക്കാൾ ശക്തി മനുഷ്യനല്ലേ? അങ്ങനെ മനുഷ്യനെ ഈ ഭൂമുഖത്ത് വെച്ചു പൊറിപ്പിക്കാൻ പറ്റുമോ? ഇയാൾ രാഷ്ട്രത്തിന്റെ ശല്യമല്ലേ? ഇത് ജനത്തിന്റെ ശല്യവും അതുപോലെ തന്നെ ശാപവുമല്ലേ ഇങ്ങനെയുള്ള വ്യക്തികൾ? അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തികൾക്കെതിരെ അല്ലേ പ്രവർത്തിക്കേണ്ടത്? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നിട്ട് എന്തേ ചെയ്യാത്തത്? അപ്പം അതുകൊണ്ട് സത്യത്തിൽ നിങ്ങൾക്കറിയാവോ, ഈ കൂടോത്രം, മന്ത്രവാദം, ആഭിചാര കർമ്മങ്ങൾ ഇതെടുത്തു കളയോ, ഒഴിപ്പിക്കുക അല്ല നശിപ്പിക്കുക ചെയ്യുന്നവർ തന്നെയാണ് ഒരു 90% ഇതുകൊണ്ട് വിൽക്കുന്നത്. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. അതിന് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, വളരെ എളുപ്പം സിദ്ധനാകണം. വളരെ എളുപ്പം. അത് ഒരു വ്യക്തി ആത്മീയ മേഖലയിൽ കൃപ നേടി വിശുദ്ധ ജീവിതത്തിലെത്തി ആ വ്യക്തിയിൽ നിന്നും സൗഖ്യവും അഭിഷേകവും ഒഴുകുമ്പോൾ അനേകായിരങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് സൗഖ്യത്തിന് എത്തിച്ചേരും. അപ്പോൾ അവരെയാണ് ആത്മീയ മേഖലയിൽ നമ്മുടെ സ്വാഭാവിക ഭാഷ സിദ്ധന്മാർ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെയാകണമെങ്കിൽ വിശുദ്ധ ജീവിതം വേണം, ഇല്ലാതെ പറ്റില്ല. അത് എളുപ്പമല്ല, അതിത്ര കഷ്ടപ്പാടാണേ. അതുകൊണ്ട് ഈ മേഖലയിൽ പെട്ടെന്ന് സിദ്ധരാകാൻ പറ്റും. 1. 2, എളുപ്പം പണം ഉണ്ടാക്കാം. കാരണം ഇതൊരു കച്ചവടമാണ്, ഇതൊരു ബിസിനസ്സാണ്. മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുക. ഈ ഇടയ്ക്ക് ഒരു വ്യക്തി എന്നെ കാണാമെന്ന സങ്കടത്തിൽ, അവരുടെ വീട്ടിൽ കുറേ സഹനങ്ങളുണ്ടായി, ഗൗരവമായ സഹനങ്ങൾ. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, തൊടുപുഴയിൽ ഇങ്ങനെ ഒരു ബ്രദറുണ്ട്, തകർച്ചകൾ പെട്ടെന്ന് കണ്ടെത്തും. അങ്ങനെ ഇവര് തൊടുപുഴയിൽ ചെന്നു ഈ ബ്രദറിൻ്റെ അടുത്ത്. ഈ ബ്രദർ ഇവരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ തകർച്ചയ്ക്ക് കാരണം ഞാൻ കാണുന്നത് രാത്രിയിൽ ഒരു വെള്ള വസ്ത്രം ധരിച്ചൊരു വ്യക്തി നിങ്ങളുടെ വീടിന് ചുറ്റും സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇവരാകെ ഭയന്നുപോയി. എന്താ ചെയ്യേണ്ടത്? ഞാനവിടെ വന്ന് അവയെ ഒഴിപ്പിക്കാം. സന്തോഷം. പക്ഷെ വരണമെങ്കിൽ 2-3 വ്യവസ്ഥകളുണ്ട്. ഞാൻ സ്വന്തം വാഹനത്തിന് വരികയില്ല. ഈ സ്വന്തം വാഹനത്തിന് വരികയില്ല എന്ന് പറയാൻ കാരണം, സ്വന്തം വാഹനത്തിന് വന്നാൽ ഈ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു പോരുമ്പോൾ ഈ പിശാച് ജീവിതത്തെ കയറി ഇതിനെ തകർക്കുമെന്നുള്ള ചിന്തയാകാം. അങ്ങനെ സ്വന്തം വാഹനത്തിന് വരികയില്ല, ഞാൻ ടാക്സി വാഹനത്തിന് വരുള്ളൂ. തൊടുപുഴയിൽ നിന്ന് ഒരു ടാക്സി എടുത്ത് കാസർഗോഡ് ഭാഗത്ത് ഒരു ഇടവകയിൽ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് എത്ര രൂപ കൊടുക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് മാത്രമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂറിന് 850 രൂപ. എത്ര മണിക്കൂർ എടുക്കുമെന്നും അറിയത്തില്ല, ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ എടുക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇത്ര പൈസ കരുതി വെക്കണം, ഞാൻ വന്ന് ചെയ്തോളാം. ഇവർ
വളരെ പെട്ടെന്ന് സങ്കടമായി. ആ കൂടെ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളെ അറിയിച്ചേക്കാം. ഇതുപോലെ തന്നെയാണ് മറ്റൊരു വ്യക്തി. ആ വ്യക്തിയുടെ വീട്ടിൽ ഇതുപോലെ കൂടോത്രമുണ്ട്. അതാണ് തകർച്ചയ്ക്ക് കാരണം. പന്നി മുഴുവൻ ചത്തുപോവുകയാണ്. പന്നി വളർത്തലാണ്. പന്നി മുഴുവൻ ചത്തുപോകുന്നു. പ്രാർത്ഥിച്ചപ്പോൾ അത് കൂടോത്രം ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ വന്ന് അത് നശിപ്പിച്ച് കളയാം, പക്ഷേ ഇത്തിരി പൈസ ചിലവുണ്ട്, പണം അത്ര എന്ന് പറഞ്ഞില്ല, പൈസ ചിലവുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ല വരുമാന മാർഗമാണ്. ഇതിന് ഏജൻറ്റുകളുണ്ട്. അത് നിങ്ങളറിയണം. ഏജൻറ്റുകൾ, ചില ഏജൻറ്റുകൾ നമ്മൾ പോലും അറിയില്ല, ഇവൻ ഏജൻ്റാണെന്ന് നമ്മൾ അറിയില്ല. ഇന്നിടത്തൊരാളുണ്ട് പ്രാർത്ഥനക്കാരൻ. മുമ്പ് ചെമ്പേരിയിൽ ഒരാളുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അതിലേക്ക് ചില ഏജൻറ്റുമാരാണ് ഇന്നയാളുടെ അടുത്തേക്ക് പോയാൽ മതി പ്രശ്നപരിഹാരമാകും എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഈ വ്യക്തിയെ വിളിച്ചു വരുത്തുന്നു, ആഭിചാര കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. അതിനുശേഷം ഒരു 10,000 രൂപ അല്ലെ ഒരു 5,000 രൂപ ഇത്രയും പണം വാങ്ങിക്കുന്നു. പണം വാങ്ങിച്ചതിന് ശേഷം ഈ ഏജൻറ്റിന് കൊടുക്കുന്നു അതിൻ്റെ ഓഹരി 2,000 രൂപ ഏജൻറ്റിന്. ആ വന്ന വഴി തൊടുപുഴയിൽ നിന്നും മലബാറിൽ വന്നിട്ടൊരു 10 വീട്ടിൽ കയറിയാൽ 10 × 5 50,000 രൂപ ഒറ്റ ദിവസം. എത്ര നല്ല ബിസിനസ്സായത്. ചില വീടുകളിൽ വന്നിട്ട് സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്തുന്നു. ചില വീടുകൾ ചെറുപ്പക്കാർ പെൺപിള്ളേരെ ശാരീരികമായിട്ട് പിശാച് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒഴിപ്പിക്കാനായിട്ട് ശാരീരികമായ ചില ക്രിയകൾ ചെയ്യുന്നതൊന്നും എനിക്ക് ഈ മൈക്കിലൂടെ എനിക്ക് പറയാനോ അല്ലെ പബ്ലിക്കായിട്ട് ഇന്നതാണെന്ന് പറയാനോ നിയമം അനുവദിക്കുന്നില്ല. ഇത് പ്രിയപ്പെട്ട സങ്കടകരമാണിത്, സങ്കടകരം. ഇത് പറയുമ്പോൾ മനസ്സ് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സത്യങ്ങളൊന്നും ബോധ്യപ്പെടാതെ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ള സങ്കടം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനെല്ലാം ശക്തിയുണ്ട്. മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം, കൈവിഷം, ഇതിനൊക്കെ ശക്തിയുണ്ട് എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ, അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ എനിക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. അതിതാണ്, ഈ പിശാച് എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പം ഈ കൂടോത്രത്തിൽ അല്ല ആഭിചാരത്തിൽ പിശാചാണല്ലോ പ്രവർത്തിക്കുന്നത്. പിശാചിൻ്റെ ലക്ഷ്യം എന്താ? അവൻ ചിലർ പറഞ്ഞു നശിപ്പിക്കുക. അതെ, പിശാച് നശിപ്പിക്കുകയാണ്. എന്തിനാണ് നശിപ്പിക്കുന്നത്? അതിൻ്റെ ലക്ഷ്യം എന്താ? ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തി ഒരു യാത്രയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തി ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ടല്ലോ. പിശാചിൻ്റെ ലക്ഷ്യമില്ലാതെ വരുന്നതാണോ? അവന് ലക്ഷ്യമുണ്ട്. പിശാച് ബാധ എങ്ങനെയാണ് ഉണ്ടാവുക? പിശാച് ബാധയാണെന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പിശാചിനെ എങ്ങനെയാണ് ഒഴിപ്പിക്കേണ്ടത്? എക്സോർസിസത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? സഭ ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ പിന്നീട് മദർ ഹോം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൂടി ഒന്ന് കാണണം കേട്ടോ. പിശാച് വരുന്നത് എന്തിനാ? കൂടോത്രത്തിൽ പിശാചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പിശാചിന് ഒറ്റേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം എന്താ? മനുഷ്യൻ്റെ ആത്മാവിനെ നേടുക എന്നതാണ്. മനുഷ്യൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുക എന്നതാണ്. അവന് മെറ്റീരിയലായിട്ടൊന്നും വേണ്ട. വീട് വേണ്ട, പണം വേണ്ട, ബിസിനസ് വേണ്ട, അതുപോലെ തന്നെ ശരീരം വേണ്ട, ഒന്നും വേണ്ട. അവന് വേണ്ടത് ആത്മാവാണ്. അതാണ് സത്യമെങ്കിൽ പിശാച് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ തൊഴുത്തിൽ പശുക്കളെ കൊല്ലുന്നു, അല്ലെ കൃഷി നശിപ്പിക്കുന്നു, അല്ലെ ബിസിനസ് തകർക്കുന്നു. അതുകൊണ്ട് പിശാചിന് എന്താ മെച്ചം? ആത്മാവിനെ നേടാൻ വരുന്നതാണ്. അങ്ങനെ ആത്മാവിനെ നേടാൻ വരുന്നതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ കൂടോത്രത്തിൽ ശക്തിയുണ്ട് എന്ന് വാദത്തിന് വിശ്വസിച്ചാൽ, എൻ്റെ വീട്ടുമുറ്റത്ത് കൂടോത്രം കുഴിച്ചിട്ടിരിക്കുന്നു, അതെനിക്ക് വലിയ തകർച്ച വരുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പിശാചാണിത് പ്രവർത്തിക്കുന്നത്. അവൻ വരുന്ന എൻ്റെ ആത്മാവിനെ നേടാനാണ്. എൻ്റെ ഭാര്യയുടെ, എൻ്റെ മക്കളുടെ, അല്ല മാതാപിതാക്കളുടെ ആത്മാവിനെ നേടാനാണ്. അല്ലാതെ വീടെടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഇതര ഭൗതിക വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകാനല്ല. ഇതൊന്നും നരകത്തിൽ ആവശ്യമില്ലല്ലോ. ആത്മാവിനെ നേടാനാണെങ്കിൽ എന്താ സഭ പഠിപ്പിക്കുന്നത്? ആത്മാവിനെ നേടാൻ, ആത്മാവിനെ പാപമില്ലാതെ സംരക്ഷിക്കാൻ അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് കുമ്പസാരവും വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ ഫാസ്റ്റിങ്ങും പ്രാർത്ഥനകളുമാണ്. അല്ലേ? ആണല്ലോ. അതിന് തൊഴുത്തിൽ കുരിശു കുഴിച്ചിട്ടാൽ, അല്ലെങ്കിൽ ഇതെടുത്ത് കളഞ്ഞാൽ, ഇത് നശിപ്പിച്ചാൽ നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുമോ? പറ, ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ആത്മാവിനെ തേടി പിശാച് വരുന്നെങ്കിൽ ഏകമാർഗം കൂദാശകളും പ്രാർത്ഥനകളും ഉപവാസവുമാണ്, അല്ലാതെ മറ്റൊന്നല്ല. അതുകൊണ്ട് ഇത് എടുത്തു കളഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഇതിന് ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോ. നിങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിക്കുവാണെങ്കിൽ ഇത് എടുത്തു കളഞ്ഞിട്ടും ഈ ആഭിചാര കർമ്മങ്ങൾ നശിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല, അത് പിന്നെ ഇട്ടാൽ എന്ത് ചെയ്യും? അത് ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ചോദ്യം അങ്ങനെ ഇതായിരുന്നു: അച്ഛൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ആഭിചാരം, അതുപോലെ തന്നെ കൂടോത്രം, മന്ത്രവാദം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ഉള്ളതല്ലേ എന്ന ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അച്ഛൻ നൽകിയത്. അത് വളരെ കൃത്യമാണ്. ബൈബിളിൽ ആഭിചാര കാര്യങ്ങളെക്കുറിച്ചും കൂടോത്ര കാര്യങ്ങളെക്കുറിച്ചും മന്ത്രവാദ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ അതാരും ചെയ്യരുത്, അതിൻ്റെ പുറകെ ആരും പോകരുത്, അവരുടെ ഉപദേശങ്ങൾ ആരും സ്വീകരിക്കരുത്. കാരണം അതിന് ശക്തിയില്ല. അത് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന, ഭയപ്പെടുത്തുന്ന ചില പ്രക്രിയകളാണ്. അവരെ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കണം എന്നതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കൂടോത്രം അല്ലെങ്കിൽ മന്ത്രവാദം അല്ല ആഭിചാരം ഉണ്ടോ? അതെങ്ങനെയാണ് ഉണ്ടെങ്കിൽ എങ്ങനെ ഒഴിപ്പിക്കേണ്ടത്? ഇങ്ങനെ സംശയം വന്നാൽ അതിനെങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുക? ഏതെങ്കിലും അച്ഛനോ ഏതെങ്കിലും അഭിഷിക്തരോ ഏതെങ്കിലും സിസ്റ്റേഴ്സോ ധ്യാന ഗുരുക്കന്മാരോ ധ്യാന കേന്ദ്രങ്ങളോ ഈ ശുശ്രൂഷ ഉണ്ട് എന്ന് പറഞ്ഞ് അത് തുടരുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ തന്നെ സൃഷ്ടിയാണ്. ബൈബിൾ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. അത് കത്തോലിക്ക വിശ്വാസമല്ല. കൂടോത്രത്തിന്, മന്ത്രവാദത്തിന്, അതുപോലെ തന്നെ ആഭിചാര കർമ്മങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് ഇനിയും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഒരു ആത്മായ സഹോദരനാണ് ഈ മനുഷ്യൻ. വെള്ളം വെഞ്ചരിച്ച് അത് ഹോളി വാട്ടർ ആക്കുന്ന കലാപരിപാടിയാണിത്. ഇങ്ങനെ പോയാൽ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ കുർബാന ചൊല്ലിക്കളയും. ചില സ്ഥലങ്ങളിലെ ഇപ്പോഴത്തെ ചില പ്രവണത കണ്ട് തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ആനാം വെള്ളം പൈസയ്ക്ക് വിൽക്കുകയാണ്. ഹോളി വാട്ടറിന് ഇന്നടത്തുനിന്നുള്ള ഹോളി വാട്ടർ, ഈ ധ്യാനകേന്ദ്രത്തിലെ ഹോളി വാട്ടർ അല്ലെ ഇന്നത് ഹോളി വാട്ടർ, അതിന് ചെറിയ ബോട്ടിലിന് 20 രൂപ, 25 രൂപ, 30 രൂപ. ആരവർക്ക് അധികാരം കൊടുത്തു?